ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ വയനാട് റോക്സ് വിത്ത് ആഷൻ. കുറേ നാളെ ഇങ്ങനെ ഓൺ വോയിസ് വന്നിട്ട് വളരെ സന്തോഷമുണ്ട്. സബ്സ്ക്രൈബ് അക്കൗണ്ട് നമുക്ക് ദേശയാത്ര എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പഴയതുപോലെ തന്നെ എൻ്റെ യാത്രകൾ ബൈക്കിലോട്ട് മാറ്റി. ആക്സിഡൻ്റ് ആയിരുന്നു, എനിക്കറിയാം, വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ ആക്സിഡൻ്റ് ആയി കിടപ്പിലായിരുന്നു. ഇപ്പോൾ റിക്കവറി ആയി വരുന്നു. പക്ഷെ എമർജൻസി ആയിട്ട് ബൈക്ക് എടുത്ത് യാത്രേൻ്റെ സാഹചര്യമായി. അപ്പോൾ യാത്രയിൽ തുടങ്ങി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വഴിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഏകദേശം പടിഞ്ഞാറത്തറ, വയനാട്ടിലെ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്ത് നിന്ന് വൈത്തിരി വഴി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പല കുട്ടികളെയും മിസ്സിങ് ആവുന്നുണ്ട്. കുട്ടികളെ പോകുന്നത്, എന്ത് പോകുന്നു ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഉണ്ടായ അനുഭവമാണ്. കാരണം ഏകദേശം ഒരു പടിഞ്ഞാറത്തറ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി എന്നെ ലിഫ്റ്റ് ചോദിച്ചു. ചെറിയ കുട്ടിയാണ്, ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഞങ്ങളുടെ കുട്ടി അടുത്തേക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടി എൻ്റെ കൂടെ ലിഫ്റ്റ് കയറിയായിരിക്കാന്ന് എഴുതി ഒരു ലിഫ്റ്റ് കൊടുത്തു. കുട്ടി പറഞ്ഞ് ഞാൻ 8:04 ഇറങ്ങണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ കയറിയാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കും, ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം വഴിയുള്ള സ്ഥലത്തേക്കായിരിക്കും കുട്ടി ലിഫ്റ്റ് ചോദിച്ചു. കാരണം കുട്ടിയുടെ കോലം കണ്ട് അങ്ങനെ തോന്നുന്നു. കാരണം കുട്ടി കളിക്കാൻ പോകുന്നതാണ്. ഒരു സാധാരണ ഒരു ചെരുപ്പും അതിൻ്റെ കൂടെ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവൻ എടുത്തില്ല. അപ്പോൾ അവൻ തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ എന്തെങ്കിലും പോയായിരിക്കും, അപ്പുറത്തോടേക്ക് പോകുന്നതായിരിക്കും എന്ന് വെച്ച് ഞാൻ കയറ്റി. പക്ഷേ കുട്ടി എന്നോട് പറഞ്ഞു, ചേട്ടനെ അങ്ങോട്ടാ ചോദിച്ചപ്പോൾ ഞാൻ നിന്ന സ്ഥലത്ത് ഞാൻ വൈത്തിരിക്കാണെന്ന് പറഞ്ഞ കുട്ടി പറയുകയാണ്. ചേട്ടൻ എന്നെ ഇവിടെ ഇറങ്ങേണ്ട, എന്നെ അച്ചൂർ എന്ന സ്ഥലത്ത് ഇറക്കിയാൽ മതി എന്ന് വെച്ചു. ഞാൻ വെച്ചാൽ എന്താ അവിടെ എന്ന് വെച്ചു. ചേട്ടൻ അവിടെയാണ് എൻ്റെ വീട്, ഞാൻ ഇവിടെ കളിക്കാൻ വന്നതാണ്. ചോദിച്ചു എന്താ ഇവിടെ കളിക്കാൻ വന്നത്, എത്ര ദൂരം എൻ്റെ വീട്ടിലേക്ക്? ചില കുറച്ച് ദൂരം ഇവിടുന്ന് കുറച്ച് അടുത്താന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടി വന്ന ദൂരം ഞാൻ ചോദിച്ചപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് 10 കിലോമീറ്റർ അധികം ഉണ്ട് കുട്ടി ഈ കളിക്കാൻ വന്ന സ്ഥലവും കുട്ടിയുടെ വീടിരിക്കുന്ന സ്ഥലവുമായിട്ട്. അപ്പോൾ കുട്ടി വെച്ചു, സ്കൂളുള്ള ദിവസമല്ലേ കുട്ടി എന്താ സ്കൂളിൽ പോകാത്തെന്ന് ചോദിച്ചു. പക്ഷെ കുട്ടി പറഞ്ഞു, അല്ല ഞാൻ കളിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ കുട്ടിയുടെ വീട്ടിനടുത്ത് കളിക്കാൻ ആരും ഇല്ലേ, എന്തുകൊണ്ട് അവരെ കൂടെ കളിക്കാൻ പോയില്ല? പക്ഷെ അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വന്നതാണ്, ഞാനിങ്ങനെ സ്ഥിരം വരുന്നുണ്ട്. പക്ഷെ ആ റൂട്ട് വളരെ എന്നെ പേടിപ്പെട്ട റൂട്ടാണ്. കാരണം ഒരു സൈഡ് വലിയ ചുരം മാതിരി, ഒരു സൈഡ് വനപ്രദേശമാണ്. കാരണം കുട്ടി പഠിക്കുന്ന 5ാം ക്ലാസ്സിലും കുട്ടിയുടെ ഏകദേശം പ്രായം ഒരു 10 വയസ്സിനടുത്തേ കുട്ടി വരും. പക്ഷെ ഈ കുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, മറ്റൊന്നിനല്ല. കളിക്കാൻ വേണ്ടിയിട്ട് സാധാ വെറും കാലുകൊണ്ട് മാത്രം കളിക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യണോ, അല്ലെങ്കിൽ ബൂട്ടും അതിൻ്റെ ക്യാപ്പും എല്ലാം എടുത്ത ബാഗോട് കൂടി പോകുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, അവൻ ക്യാമ്പിന് പോകുന്നതാണ്, അവൻ കളിക്കാൻ പോകുന്നതാണ് പറയാം. ഇത് വെറും കാലിൽ മാത്രമാണ് പോകുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ ചിലർ അതിശയിക്കും, കാലുകൊണ്ട് മാത്രം എന്താ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലേ, ബൂട്ടിട്ടാൽ മാത്രമേ? അല്ല, ബൂട്ടില്ലാണ്ടും കളിക്കാം. പക്ഷേ ആ കുട്ടി പോയത് ഇതിനാണ്, കുട്ടി പോയത് കളിക്കാൻ. അത്ര അടുത്ത് കുട്ടികളുണ്ട്, കുട്ടികളോട് കളിച്ചില്ല. അവൻ്റെ കൂട്ടുകാരെ കൂടെ കളിക്കാൻ വേണ്ടി അവൻ 10 കിലോമീറ്റർ ദൂരം വീട്ടുകാരോടും പറഞ്ഞിട്ട്, വീട്ടുകാരെ പോലും കൂടെ ഒരു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ അതുമില്ല, അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ഇത്ര ദൂരം കുട്ടി യാത്രയാണ്, വീട്ടുകാരോട് പറഞ്ഞ് യാത്ര. നമ്മുടെ കുട്ടികളെ ഒരു 1-2 കിലോമീറ്റർ ദൂര പരിധിയിൽ കളിക്കാൻ വിടാം. പക്ഷെ ഇത്ര ദൂരേക്ക് പരിധി വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലത്തും കുട്ടികളെ മിസ്സിങ് ആവുന്നുണ്ട്, കുട്ടികളെ കാണുവാനില്ല. ആ കുട്ടീനെ വഴിയിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ട് പോയാൽ പോലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം കുട്ടി ഒറ്റയ്ക്കാണ്, കുട്ടി കൊണ്ടുപോയോ എന്ന് പോലും വീട്ടുകാർക്ക് പറയാൻ പറ്റില്ല. കാരണം കുട്ടിയുടെ കയ്യിൽ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ എന്തോ 100 രൂപയോ മറ്റോ കുട്ടിയുടെ കയ്യിലുണ്ട് എന്നാണ് കുട്ടി പറഞ്ഞത്. കുട്ടിയുടെ കോലം കണ്ടാൽ കുറച്ച് അനുസരണക്കേട് കാണിക്കുന്ന കുട്ടിയെ പോലെ തോന്നുന്നുണ്ട്. അവനൊരാൾ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരറിയാം? കുട്ടിയുടെ അമ്മ വരുന്നതും കുട്ടി കളിക്കാൻ പോയിട്ട് വന്നെത്താത്ത എവിടെയോ അതിൻ്റെ ഇടയിൽ CCTV കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മോനെ ഇവിടെ പോലീസ് വരില്ലേ? ഇല്ല ചേട്ടാ, പോലീസ് ഒന്നും വരില്ല, ചേട്ടൻ ലിഫ്റ്റ് എടുത്ത് കൂട്ടിക്കൊണ്ട് പോകും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വണ്ടി കയറിയാണ്. ആകെ ആൾ ചെറുതായിട്ട് മാത്രം വണ്ടി കയറ്റി, കാരണം വലുതാണ് എനിക്ക് സാധിക്കില്ല. കാരണം വെയിറ്റാണ്, ഭാരം താങ്ങാൻ പറ്റില്ല ആളെ, അങ്ങനെയുള്ളതുകൊണ്ട് മാത്രമാണ് കയറ്റുകയാണ്. പക്ഷെ അവൻ ചെയ്ത ഇത്രയാണ്, വീട്ടിൽ നിന്ന് പൈസ എടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് പോയി കളിക്കാൻ. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, വീട്ടിലിരിക്കുന്ന ഏതൊരമ്മയച്ഛനാണെങ്കിലും
കുട്ടികൾ പുറത്ത് പോകുമ്പോൾ ഒന്ന് ചോദിക്കുക എവിടെയാണ് കളിക്കുന്നത്, കളിക്കുന്ന സ്ഥലത്ത് ദൂരവഴി എത്രയുണ്ടെന്ന് ചോദിച്ചിട്ട് മാത്രം വിടുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ വിടരുത്. കാരണം നമുക്കറിയാം ഇതിനേക്കാളും വലിയ MBBS തുടങ്ങിയ കുട്ടികളാണ് തലേദിവസം ആക്സിഡൻ്റായി മരിച്ചു പോയത്. ഒരു വണ്ടി ആക്സിഡൻ്റാണ്. എങ്ങനെ യാത്രയിലാണ്, എങ്ങനെ ഡ്രൈവിങ് ചെയ്താണോ ഒന്നും അറിയില്ല. ഇന്നത്തെ തലമുറയിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പോലും ആർക്കൊന്നും അവസാനം ആ കുടുംബത്തിന് പോയത് 5 കുഞ്ഞുങ്ങളെ മാത്രമാണ് പോയത്. അപ്പോൾ അവർ MBBSകാരാണ്. പക്ഷെ ഇതൊരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ആണ് എൻ്റെ പേടിപ്പെടുത്തിയത്. കാരണം അവൻ സ്ഥിരമായിട്ട് പോവുക എന്നാണ് പറഞ്ഞത്. അത് വഴിക്ക് കൂടെ ഒരാൾ പോലും ഇല്ല, ഒറ്റയ്ക്കില്ല, കിട്ടുന്ന വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോവുക. കുട്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോകാം വിശ്വാസമുള്ളവരാണെങ്കിൽ ഓക്കെ. കുട്ടി വിശ്വാസമില്ലാത്ത ആരാണിതെന്ന് പോലും കുട്ടിക്ക് അറിയാം. ഞാൻ ആരാന്ന് പോലും കുട്ടിക്ക് എനിക്ക് അറിയില്ല. കുട്ടി ലിഫ്റ്റ് ചോദിച്ചു, ഞാൻ ആ കുട്ടി അത് കൊടുത്തു. അപ്പോൾ എന്നെ അപേക്ഷയുള്ളത് അച്ചൂര് ഭാഗത്താണ് ആ കുട്ടി കയറിയത്. എൻ്റെ പേര് ശരിക്കും ഓർമ്മയില്ല. കാരണം ബൈക്കിൽ പിന്നിൽ ഇരുന്നാണ് വർത്തനം പറഞ്ഞ പേര് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അച്ചൂര് ഭാഗത്തിൽ ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ ദേശം പടിഞ്ഞാറത്തറ തൊട്ടിപ്പുറത്താണ് സ്ഥലമുള്ളത്. അവൻ എന്നോട് 8ാം മൈൽ എന്ന സ്ഥലത്തേക്കാണ് കയറാമെന്ന് പറഞ്ഞത്. ഏകദേശം 10ാം മൈലിൻ്റെ അടുത്താണ് അവൻ എനിക്കായി ചോദിച്ചത്. അവിടുന്ന് അവൻ അങ്ങോട്ട് യാത്ര ചെയ്യാണ്. 10ാം മൈലല്ല, കറക്റ്റ് സ്പോട്ട് ഓർമ്മയില്ല. പടിഞ്ഞാറത്തറ കഴിഞ്ഞിട്ട് കുറച്ചടുത്ത് തന്നെയാണ് സ്ഥലമുള്ളത്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ പടിഞ്ഞാറത്തറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ അടിയിൽ കൂടെയാണ് യാത്ര പോകുന്നത്. എന്തെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും വണ്ടി തട്ടി ഇടിച്ചിടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പോലും ഡാമിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും ഒന്നും അറിയില്ല. കുട്ടികൾ എപ്പോഴും പോലും അറിയില്ല. കാരണം കുട്ടികളുടെ കയ്യിൽ മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലത്തിലെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ വരുന്ന ഏതൊരു മാതാപിതാക്കളാണെങ്കിലും കുട്ടികൾ പുറത്തു പോകുന്നതിലൊന്ന് ശ്രദ്ധിക്കുക. അവരെങ്ങോട്ടാണ് പോകുന്നത്, എപ്പോൾ വരും, എങ്ങനെ പോകുന്നു എന്ന കാര്യം ചോദിക്കുക. അപ്പോൾ അവന് സ്കൂളുള്ള ദിവസമായിട്ട് പോലും കളിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. വിലപിക്കുന്ന മുമ്പിൽ കുട്ടി എവിടേക്ക് പോകുന്നു, എന്ത് പോകുന്നു, എങ്ങനെ വരും, ആരൊക്കെയാണ് കൂടെയുള്ളത് എന്നന്വേഷിച്ചിട്ട് മാത്രം നമ്മുടെ കുട്ടികളെ പുറത്തോട്ട് വിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി തിരികെ വരാതിരിക്കാം, വരാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദയവേത് ശ്രദ്ധിക്കാൻ ഒരു അപേക്ഷ മാത്രമാണ്. എനിക്കിട്ടത് ഒരു അനുഭവമാണ്. കാരണം അവൻ എൻ്റെ കൂടെ വണ്ടി കയറി, അവൻ നിന്നിട്ട് എന്നോട് അവിടെ ഇറങ്ങിയില്ല. അവൻ്റെ സ്ഥലത്ത് പോലും എത്താൻ മുമ്പിൽ എന്നോട് വാശി പിടിച്ച് അവൻ ഇറങ്ങുകയും ചെയ്തു. കാരണം കുട്ടിയാണ്, എന്തും ചാടി കഴിഞ്ഞാൽ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ പകുതി വഴിക്ക് ഇറങ്ങി. അവൻ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ്, ഞാൻ അവനെ സേഫ് ആക്കിയുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ് കൊണ്ട് ഇറക്കിയത്. അതിനെനിക്ക് സമാധാനമുണ്ട്. പക്ഷേ കുട്ടി കുറച്ച് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളെ പുറത്തോട്ട് വിടുമ്പോൾ ശ്രദ്ധിക്കുക. അവരെ ഒറ്റയ്ക്ക് വിടരുത്. പരമാവധി കൂടെ ആളുണ്ടാവുക. അല്ലെങ്കിൽ കൂടെ അവനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വഴി കണ്ടെത്തുക. അങ്ങനെയാണ് പല സ്ഥലത്തും പല അപകടങ്ങളും ഉണ്ടാവുന്നത്. ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. മാത്രമേ പറയാനുള്ളൂ. വീഡിയോ പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയൊന്നും പലയിടത്തും ഉണ്ടാവില്ല. കാരണം കുട്ടികൾ കഴിഞ്ഞിട്ടൊന്നും കയറുന്നു പോകുന്നു, എന്താണെന്നും അറിയില്ല. കാരണം ഇനിയെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. പരമാവധി ഏതൊരു ഭാഗത്തിനൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ല ആ ഭാഗത്ത് അറിയുന്നവരാളുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ആ ഭാഗത്തുള്ള കുട്ടിയാണ് എൻ്റെ കയ്യിൽ കൂടെ കയറിയത്. എൻ്റെ ഫോട്ടോ എടുക്കാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ യൂട്യൂബിൽ പലതും പല പ്രശ്നങ്ങളുള്ളതിനാലാണ് എൻ്റെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാത്തത്. അപ്പോൾ ദയവേത് വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.